അടുത്ത 3 മണിക്കൂറിനുള്ളിൽ സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. വരും ദിവസങ്ങളിൽ കനത്ത മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെടുന്നത്. അതിനാൽ തന്നെ പൊതുജനങ്ങളും വിനോദസഞ്ചാരികളും അതീവ ജാഗ്രത പുലർത്തണം. തീരദേശവാസികളും മലയോര പ്രദേശങ്ങളിൽ താമസിക്കുന്നവരും വേണ്ട മുൻകരുതലുകൾ എടുക്കേണ്ടതും അനിവാര്യമാണ്. വിവിധ ജില്ലകൾക്ക് റെഡ് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ 4 റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 6 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരുന്നത്. തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്കാണ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരുന്നത്. മറ്റന്നാൾ മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ ജില്ലകളിലും റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ മുതൽ തീവ്ര മഴയുണ്ടാകുമെന്നാണ് സൂചനകൾ പുറത്തു വന്നിരിക്കുന്നത്. ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. തുടർച്ചയായി മഴ ലഭിക്കുന്ന മേഖലകളിൽ കനത്ത ജാഗ്രത പാലിക്കണം. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, വെള്ളപ്പൊക്ക സാധ്യതകൾ കണക്കിലെടുക്കണമെന്നും കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട് എന്നും വ്യക്തമാക്കുന്നുണ്ട്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കുഴത്തൂർ മുതൽ കോട്ടത്തും വരെ തീരത്ത് കള്ളക്കടൽ മുന്നറിയിപ്പുണ്ട്. കേരള തീരത്ത് രാത്രി 8:30 വരെ 0.5 മുതൽ 1.0 മീറ്റർ വരെയും, കന്യാകുമാരി തീരത്ത് 1.0 മുതൽ 1.1 മീറ്റർ വരെയും ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്നും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. അതേസമയം കുറഞ്ഞ സമയം കൊണ്ട് വലിയ മഴയുണ്ടാകുന്ന രീതിയാണ് പ്രതീക്ഷിക്കുന്നതെന്നും അതിതീവ്ര മഴ അപകടങ്ങൾ സൃഷ്ടിക്കുമെന്നും മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. മലവെള്ളപ്പാച്ചിലും മിന്നൽ പ്രളയങ്ങൾക്കും സാധ്യതയുണ്ടെന്നും നഗരപ്രദേശങ്ങളിലും പൊതുവെ താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെടുമെന്നും മുന്നറിയിപ്പിൽ പറയുന്നുണ്ട്. മഴ തുടരുന്ന സാഹചര്യത്തിൽ മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ എന്നിവയ്ക്കും വലിയ സാധ്യതകളാണ് പറയുന്നത്. പൊതുജനങ്ങളും സർക്കാർ സംവിധാനങ്ങളും അതീവ ജാഗ്രത പാലിക്കണമെന്നും പറയുന്നു. അതേസമയം അടുത്ത 2 ദിവസത്തിനുള്ളിൽ കേരളത്തിൽ കാലവർഷം എത്തിച്ചേരാൻ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അടുത്ത 7 ദിവസം പടിഞ്ഞാറൻ, വടക്കു പടിഞ്ഞാറൻ കാറ്റ് കേരളത്തിന് മുകളിൽ ശക്തമാകാനും സാധ്യതയുണ്ട്. മധ്യകിഴക്കൻ അറബിക്കടലിൽ വടക്കൻ കർണാടക, ഗോവ തീരത്തിന് മുകളിലായി രൂപപ്പെട്ട ന്യൂനമർദ്ദം ശക്തി കൂടിയ ന്യൂനമർദ്ദമായി മാറുന്നുമുണ്ട്. വടക്കോട്ട് നീങ്ങുന്ന ന്യൂനമർദ്ദം അടുത്ത 24 മണിക്കൂറിനുള്ളിൽ തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ട് എന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മെയ് 27 തന്നെ മധ്യ പടിഞ്ഞാറൻ വടക്കൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലായി മറ്റൊരു ന്യൂനമർദ്ദം കൂടി രൂപപ്പെടുവാനും സാധ്യതയുണ്ട്. കേരളത്തിൽ മെയ് 24 മുതൽ 26 വരെ തീയതികളിൽ ഒറ്റപ്പെട്ട അതിതീവ്രമായ മഴയ്ക്കും മെയ് 23 മുതൽ 27 വരെ അതിശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ടാകുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അതേപോലെ തന്നെ മഴ 1.5 മാസത്തിനുള്ളിൽ തുടക്കമിട്ട ഈ വർഷത്തെ തെക്കു പടിഞ്ഞാറൻ കാലവർഷം ശരാശരിയിലും അധികമായിരിക്കും. എൽനിനോ ഇല്ലാത്തതിനാൽ മികച്ച മൺസൂണിന് മികച്ച സാധ്യതയാണ് കണക്കാക്കുന്നത്. പതിവിലും മഴ കൂടിയിരിക്കാനുള്ള സാധ്യത 59% വരെയാണ്. 105% വരെ മഴ ലഭിച്ചേക്കാം. ഇതിൽ തന്നെ 5% കുറയുകയോ കൂടുകയോ ചെയ്യാം. തമിഴ്നാട്ടിലും വടക്കിഴക്കൻ ഇന്ത്യയിലും ഒഴികെ തന്നെ രാജ്യം മുഴുവനും ശരാശരിയിലും അധികം മഴ ലഭിക്കാനാണ് സാധ്യത. അതുപോലെ തന്നെ IMD പുറത്തുവിട്ട സാധ്യതാ ഭൂപട പ്രകാരം കേരളത്തിൽ 10 മുതൽ 20% വരെ അധിക മഴയ്ക്ക് സാധ്യതയാണ് പ്രവചിക്കപ്പെടുന്നത്. എന്നാൽ കേരളത്തെക്കാൾ അധിക മഴ ലഭിക്കുന്നത് മധ്യ ഇന്ത്യയിൽ ലഭിക്കാനും സാധ്യതയുണ്ട്. മെയ് അവസാന വാരം ഇത് സംബന്ധിച്ച് കുറച്ചുകൂടി കൃത്യമായി പ്രവചനം നൽകാൻ കഴിയുമെന്നാണ് പറയുന്നത്. കഴിഞ്ഞ 5 വർഷത്തെ പ്രവചനവും യാഥാർത്ഥ്യവും തമ്മിലുള്ള അന്തരം കേവലം 2.27% മാത്രമാണ്. പ്രവചനം അത്രയ്ക്കും കൃത്യമായിരുന്നു എന്നതാണ് വ്യക്തമാകുന്നത്. അതുപോലെ തന്നെ ഡൈനാമിക്കൽ മാതൃക അനുസരിച്ചുകൊണ്ടാണ് പ്രവചനം തയ്യാറാക്കിയിരിക്കുന്നത്. രാജ്യമെങ്ങും മികച്ച മഴ ലഭിക്കുന്ന വർഷങ്ങളിൽ തമിഴ്നാട്ടിലും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും മഴ കുറയുന്ന രീതി നിരീക്ഷിച്ചു വരികയാണ്. അതുപോലെ തന്നെ മെയിലെ പ്രവചനത്തിൽ ഓരോ സംസ്ഥാനങ്ങളിലെയും മഴ സാധ്യത കൃത്യമായി തന്നെ പറയാനും സാധിക്കും. അഖിലേന്ത്യാ തല സാധ്യത മാത്രമാണ് ഇപ്പോഴുള്ളത്. അതുപോലെ മൺസൂണിന്റെ പ്രകടനത്തെ സ്വാധീനിക്കുന്ന മിക്ക ആഗോള ഘടകങ്ങളും ഇന്ത്യൻ മൺസൂണിന് അനുകൂലമാണ് ഇക്കുറി എന്നതാണ് കൂടുതൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.